70 പേരുടെ ജീവൻ പൊലിഞ്ഞ പെട്ടിമുടി ദുരന്തത്തിന്റെ 5ാം വാർഷികമാണ് ഇന്ന്. 2020 ഓഗസ്റ്റിലായിരുന്നു മൂന്നാറിനും ഇടമലക്കുടിയിലുമിടയിലെ പെട്ടിമുടിയിൽ പെയ്തിറങ്ങിയ അതിതീവ്ര മഴയ്ക്ക് പിന്നാലെ ഉരുൾപൊട്ടി തോട്ടം തൊഴിലാളി കുടുംബങ്ങളിലുള്ള 70 പേരുടെ ജീവനെടുത്തത്. റിപ്പോർട്ട് കാണും. 70 പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് 5 വയസ്സ്. 5 വർഷം മുമ്പ് അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഗ്രാമമായിരുന്നു പെട്ടിമുടി. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കുള്ള വഴിയരികിലെ സുന്ദര ഗ്രാമം. തോരാമഴ വിഴുങ്ങിയ ദുരന്തഭൂമി ഇന്ന് കാട് കയറി കിടക്കുകയാണ്. 2020 ഓഗസ്റ്റ് 6 രാത്രി 10:40 തുള്ളി തോരാതെ പെയ്ത മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലിന്റെ രൂപത്തിലെത്തിയ ദുരന്തം പെട്ടിമുടിയിലെ 4 ലൈൻ ലയങ്ങളുണ്ടായിരുന്ന 70 പേരുടെ ജീവനെടുത്തത്. അവിടെ ചെന്നപ്പോഴാണ് ആ കാഴ്ച. അവിടെ ആ ഒരു ലൈൻ തോട്ടം തൊഴിലാളികളായ എൻ്റെ സഹോദരങ്ങൾ പൊഴിഞ്ഞുപോയത് കണ്ടപ്പോൾ അവരുടെ ജീവനും അവരുടെ സ്വത്തും എല്ലാം പൊഴിഞ്ഞ് മണ്ണിനടിയിൽ പോയി നിശ്ചലമായി നിന്ന ഒരു പെട്ടിമുടി. എനിക്കറിയാം, പെട്ടിമുടിയിൽ ഞാൻ അതിനു മുമ്പ് ഒരുപാട് തവണ പെട്ടിമുടി സന്ദർശിക്കുകയും പെട്ടിമുടി മാത്രമല്ല ഇടമലക്കുടിക്ക് സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള സാഹചര്യത്തിൽ പെട്ടിമുടിയിലെ ജനങ്ങളെയും അവിടുത്തെ ജീപ്പ് ഡ്രൈവർമാർ, അവിടുത്തെ ചായക്കട, അവിടുത്തെ ഓരോ ലൈനുകളെയും വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയെന്ന് പോലും ചെന്ന് കണ്ടപ്പോൾ ഒരിക്കലും മനസ്സിൽ നിന്നും മായുന്നില്ല ആ ദുഃഖം. 22 വീടുകളിലായി കിടന്നുറങ്ങിയിരുന്ന തോട്ടം തൊഴിലാളികളും ബന്ധുക്കളുമായിരുന്നു മരിച്ചവർ. ദുരന്തത്തിൽ മരിച്ച 66 പേരുടെ മൃതദേഹങ്ങളാണ് 19 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിൽ കണ്ടെടുത്തത്. 4 പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇവർ മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഒരു കാഴ്ച അതിഭയാനകമായൊരു കാഴ്ചയായിരുന്നു. രാത്രിയിൽ KSE ബോർഡുകാരും ഒക്കെ ചേർന്നുകൊണ്ട്, ഫോറസ്റ്റും ഒക്കെ ചേർന്നുകൊണ്ട് വെളിച്ചമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഒരു കാഴ്ച നമുക്ക് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു കാഴ്ചയായിട്ടാണ് ഇപ്പോഴും നമുക്ക് അതിഭീകരമായൊരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരികയുണ്ടായി. ഒട്ടേറെ ബോഡികൾ, ഒരു 10-25 ബോഡികൾ തൊട്ടടുത്ത എസ്റ്റേറ്റ് ആശുപത്രിയിൽ നിരത്തിക്കിടക്കുന്നൊരു കാഴ്ച ഇപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്നും അറിയുന്നില്ല. ഇപ്പോൾ രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അവിടെ തീരുമാനിച്ചെങ്കിലും അവിടുത്തെ ഒരു സാഹചര്യം, വീണ്ടും ഉരുളുപൊട്ടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പിറ്റേ ദിവസത്തേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ മാറ്റുകയും രാത്രിയിൽ ഞങ്ങളൊരു പാതിരാത്രിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്തു. തുടർന്നൊരു 15 ദിവസക്കാലം പെട്ടിമുടിയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു മെഡിക്കൽ സംഘം രാജമലയുള്ള എസ്റ്റേറ്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയും അവസാനം എന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് വരെ ബോഡി കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപകടത്തിൽ നിന്ന് 8 കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടവർക്കും ദുരന്തത്തിൽ അടുത്ത ബന്ധുക്കൾ നഷ്ടമായവർക്കും കുറ്റ്യാർ വാലിയിൽ സർക്കാർ നൽകിയ ഭൂമിയിൽ കണ്ണൻ ദേവൻ കമ്പനി വീട് വെച്ച് നൽകി. എന്നാൽ ഇവരിൽ മിക്കവരും വിവിധ എസ്റ്റേറ്റുകളിലായാണ് ഇപ്പോൾ താമസിക്കുന്നത്. 5ാം വാർഷിക ദിനമായ ഇന്ന് രാവിലെ 9 മരിച്ചവരെ സംസ്കരിച്ച രാജമല ഫാക്ടറിക്ക് സമീപമുള്ള ശ്മശാനത്തിൽ സർവ്വമത പ്രാർത്ഥന നടത്തും. കണ്ണൻ ദേവൻ കമ്പനിയുടെ നേതൃത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സർവ്വമത പ്രാർത്ഥനകളും മറ്റ് ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.